ഹലോ, നമുക്കെല്ലാവർക്കും സിമ്പിൾ ആൻഡ് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി കാണാം കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് ഫസ്റ്റ് ടാസ്ക്. ദെൻ നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് മോര് ഒരുപാട് അങ്ങനെ തിളച്ച് പൊങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് സിമ്മിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ദെൻ നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മോരുണ്ടല്ലോ അത് ഒരുപാട് തിളച്ച് പൊങ്ങാൻ പാടില്ല, മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ദെൻ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വളരെ സിമ്പിളാണെങ്കിലും നമുക്ക് ഡെയിലി ഒരുപാട് യൂസ്ഫുൾ ആവും. നിങ്ങൾ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഓഫീസിലോട്ടേക്ക് കൊണ്ടുപോകുന്ന ലഞ്ചിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കൂ. ഇത് എത്ര യൂസ്ഫുള്ളാണ്, എത്ര ടേസ്റ്റിയാണ്, ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നില്ലേ, അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനലൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോ, എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്